ശീഘ്രമേവ പുത്രപ്രാപ്തിരസ്തു. അമ്മ ഞാനെങ്കിൽ പോയിട്ട് വരാം. ശരി. അല്ല, അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. ശിവാനി, ഈ കുടുംബത്തിന്റെ അവകാശമാണ് നിന്റെ വയറ്റിലുള്ളത്. അതിന്റെ ആരോഗ്യം നോക്കണ്ടേ? ഓ, തൃശ്ശൂര് ഈ വീടിന്റെ അവകാശിയല്ലേ? അവനെ ഞാൻ ഈ താലിയിൽ കൊണ്ട് നടക്കുന്നാണോ? തമാശ പറഞ്ഞതൊക്കെ മതി. ഇവിടുത്തെ അനന്തരാവകാശമാണ് നിന്റെ വയറ്റിലുള്ളത്. എനിക്ക് മനസ്സിലായില്ല. പ്രഗ്നന്റ് ആണെന്ന്. ആര്? വേറെ ആര്? നീ തന്നെ. ടെൻഷൻ ആവേണ്ട കാര്യമില്ല തൃശൂർ, നീ ഒരു അച്ഛനാവാൻ പോകുന്നു. ദൂരെ നിന്നേ ഞാൻ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്താണ് ആലോചിക്കുന്നത് ദിഗ്വിജയ? ഈ ഒരു കാര്യം, ഈ ഒരൊറ്റ കാര്യം എന്തുകൊണ്ട് എനിക്ക് ഓർമ്മ വന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ദിഗ്വിജയ, എന്താണ് നീ ആലോചിക്കുന്നതെന്നാണ് ചോദിച്ചത്. ശിവാനി എന്ന പേരും പറഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി വന്നവളെ ഈ വീട്ടിലെല്ലാവരും വിശ്വസിച്ചു. പക്ഷെ അവളെ യഥാർത്ഥ ശിവാനി അല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു നല്ല അവസരം നമുക്കുണ്ടായിരുന്നു. കാരണം ശിവാനി അന്ന് പ്രഗ്നന്റ് ആയിരുന്നു. ആ കാര്യമാണ് ഞാൻ എന്തുകൊണ്ട് മറന്നു എന്ന് ചിന്തിച്ചത്. ഇപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? എന്റെ മരുമകൾ എന്റെ മകന്റെ കുഞ്ഞിന് അമ്മയാകാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവൾ നാഗറാണിയാണെന്ന്. അവൾ കാരണമാണ് ആ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്തെത്തിയത്. തക്ക സമയത്ത് നിങ്ങൾ എന്നെ രക്ഷിക്കുകയും ചെയ്തു. നാഗറാണി അന്ന് മരിച്ചിരുന്നു. അവളെ ചുട്ടു ഭസ്മമാക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. തൃശൂൽ അന്നത് വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു. അങ്ങനെയുള്ളപ്പോ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് യഥാർത്ഥ ശിവാനി ആയിരിക്കാൻ യാതൊരു സാധ്യതയില്ല. നീ എന്താണിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ പ്രഗ്നന്റ് ആണെന്ന് ദമയന്തി പറഞ്ഞ ആ സമയത്ത് അവളുടെ മുഖത്ത് തെളിഞ്ഞു വന്ന ഒരു അസ്വസ്ഥത ഒരു ഇടിവെട്ടേറ്റതുപോലെയായിരുന്നു. ഞാൻ തന്നെയാണ് ശിവാനി എന്ന് പറഞ്ഞു വന്നവൾക്ക് സത്യത്തിൽ ശിവാനി അന്ന് ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം പോലും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സങ്കോചമാണ് ഞാൻ അവളുടെ മുഖത്ത് അന്നേരം കണ്ടത്. അതിന് നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അവളെ ഒന്ന് ചെക്കപ്പ് ചെയ്താലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു ചെക്കപ്പ് നടക്കുകയാണെങ്കിൽ അവൾ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇനി അവൾ പ്രഗ്നന്റ് അല്ല എങ്കിൽ ഈ വീട്ടിൽ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ശിവാനി അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെന്തിനാണ് ഈ താമസം ദിഗ്വിജയ? ആദ്യം പോയി ആ കാര്യം ചെയ്യൂ. നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? എത്ര ധൈര്യമുണ്ട് നിനക്ക്? ഇതേത് പുതിയൊരു സീൻ? ഈ ട്വിസ്റ്റിന്റെ കാര്യം എന്നോടൊന്നും പറഞ്ഞത് പോലുമില്ല. ശൈലു, ഇത് പുതിയൊരു സീനാ, ഒരു സ്പെഷ്യൽ ടാസ്ക് ആണിത്. ഏയ് പറ്റില്ല, ഞാനിത് ചെയ്യില്ല. ഞാൻ വയറ് വീർപ്പിച്ചോണ്ട് അഭിനയിച്ചു കഴിഞ്ഞാ എന്റെ ഫാൻസും ഫോളോവേഴ്സും ഒക്കെ ആകെ ടെൻഷൻ ആവില്ലേന്ന് നിനക്കത് മനസ്സിലാവില്ല. കൊച്ചു പിള്ളേരെ മുതല് മുത്തശ്ശന്മാര് വരെ എന്നെ പ്രേമിക്കുന്നുണ്ട്. ഇങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ അവരെല്ലാരും എന്നെ വെറുക്കുന്നുറപ്പാ. എനിക്ക് പറ്റില്ല ഇത്. ശൈലു, ഇത് ജസ്റ്റ് ആക്ടിങ് മാത്രമല്ലേ. ഇതുപോലുള്ള ടാസ്കുകളൊക്കെ കവർ ചെയ്താലേ നിനക്ക് നെയിം, ഫെയിം, ക്യാഷ്, ഷീൽഡ് എല്ലാം കിട്ടത്തുള്ളൂ. ആണോ? അങ്ങനെ കിട്ടുവോ? അപ്പോ ഞാൻ ഇനി മുതല് പ്രഗ്നന്റ് ആണോ? വീട്ടുകാരുടെ മുന്നിൽ മാത്രമല്ലേ? ആ അതെ, വീട്ടുകാരുടെ മുന്നിൽ മാത്രം. ഓ, എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് നശിക്കും. കൊച്ചുമലയാളി, ഡോക്ടർ വന്നിട്ടുണ്ട്.
നമസ്കാരം. വരൂ, ധനഞ്ജയ്, ഇരിക്കൂ. ഡോക്ടറിനെ എന്തിനാ മോനെ വിളിപ്പിച്ചത്? അല്ലമ്മേ, ഈ വീട്ടിലുള്ളവരാരും ഈ കാര്യത്തിൽ യാതൊരു കെയറും കൊടുക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും അത് ശ്രദ്ധിക്കണ്ടേ? അങ്ങനെ ഏത് കാര്യമാ മോനെ? അല്ല, നമ്മുടെ ശിവാനി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഞാൻ ഇന്നാ സത്യത്തിൽ അറിഞ്ഞത്. അവളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്, ആ കുഞ്ഞിന്റെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ ഡോക്ടറെ വിളിച്ചു വരുത്തിയത്. നല്ല കാര്യമാണ് നീ ചെയ്തത്. മധുമതി, എന്താ മാം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ എന്താ കാര്യം? ശിവാനിക്ക് ചെക്കപ്പ് നടത്താൻ ഡോക്ടർ വന്നതാ. ശിവാനിയുടെ ചെക്കപ്പിനോ? അവൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എന്താടാ ഇങ്ങനൊക്കെ പറയുന്നേ? ശിവാനി പ്രഗ്നന്റ് അല്ലേ? അന്നെന്നോ ചെക്കപ്പ് ചെയ്തതാ, അതിനുശേഷം ഇതുവരെ ചെയ്തിട്ടേ ഇല്ല. ഇതിനെപ്പറ്റി പിന്നെ ഓർത്തതേ ഇല്ല. നോക്ക്, ഇവൻ ഇത് ഓർത്ത ഡോക്ടറിനെ വിളിച്ചല്ലോ. അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നോക്ക്, ഞാൻ ആരോഗ്യത്തോടെയല്ലേ ഇരിക്കുന്നേ. ആ അതെ അതെ, പിന്നെ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനിരിക്കായിരുന്നു. മരുമോനെ, ക്ലിനിക്കിലേക്ക് എന്തിനാ പോകുന്നേ? ഡോക്ടർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. നിനക്ക് എന്താ പറ്റിയേ? ഇതെന്ത് പറ്റി? ചെക്കപ്പ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നു? ഡോക്ടർ ഏതായാലും വന്നല്ലോ, അവര് ചെക്കപ്പ് നടത്തട്ടെ. ഡോക്ടറെ, ചെക്കപ്പ് ചെയ്തോളൂ. റൂം എവിടെയാ? മധുമതി, വരൂ, കൺസൾട്ട് ചെയ്യട്ടെ. തൃശൂൽ എന്താ ഇനി ചെയ്യാൻ പോണേ? നമ്മൾ വിളിച്ചോണ്ട് വന്ന ശൈലു ശിവാനി അല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാ എന്ത് ചെയ്യും നമ്മള്? ശൈലുവിന്റെ വയറ്റില് കുഞ്ഞില്ലെന്ന് ഇപ്പൊ എല്ലാവരും അറിയും. കുഞ്ഞില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ അവള് ശിവാനി അല്ലെന്നും മനസ്സിലാവും. മൊത്തത്തിൽ അവള് ശിവാനി അല്ലെന്നും നാടകക്കാരിയാ വീട്ടിൽ വിളിച്ചോണ്ട് വന്നതെന്നും നമ്മൾ എല്ലാവരും കൂടെ നാടകം കളിക്കുവാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അത് ശരിയാണ്, ഉറപ്പായിട്ടും പണിയാവും. പിന്നെ ഉറപ്പായിട്ട് ഇതൊരു വലിയ പ്രശ്നമായിരിക്കും. ഈ വന്നിരിക്കുന്നത് ശൈലുവാണ്, ശിവാനി അല്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ശിവാനിയെ കൊന്നവരെ കണ്ടുപിടിക്കാൻ പിന്നെ നമുക്ക് പറ്റിയെന്ന് വരില്ല. അമ്മ, നമ്മളിതിൽ തോറ്റുപോവാമേ. ശിവാനിയുടെ ആത്മാവിന് ശാന്തി കൊടുക്കാൻ ഇനി നമുക്ക് പറ്റില്ലേ? അല്ലാതെ ആ ശൈലുവിനെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് കൊണ്ടുവന്നതിന് ഒരു പ്രയോജനമില്ലാതായി പോവില്ലേ? എന്നെ ശിവാനിയെ കൊന്നവര് ഇനി സുഖിച്ച് ഇവിടെ നടക്കുകയും ചെയ്യും. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്നാലും ഒറ്റയടിക്ക് കൊച്ചുമുതലാളി ഡോക്ടറിനെ ഇങ്ങനെ വിളിച്ചോണ്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എന്റെ അവസ്ഥ അത് തന്നെയാ. എന്ത് ചെയ്യണമെന്നൊരു പിടി കിട്ടുന്നില്ല. അമ്മ, ഞാനിത് എന്തുകൊണ്ട് വിട്ടുപോയേ? അവൾക്ക് എല്ലാം പറഞ്ഞു കൊടുത്തതാ.
ശിവാനി പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ള കാര്യം മാത്രം ഞാൻ വിട്ടുപോയി. അത് ഒരിക്കലും ഞാൻ മറക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. അവര് ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നുള്ള കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതാ. ഒരു സൂചനയിൽ കിട്ടിയിരുന്നെങ്കിൽ ഡോക്ടറോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇനിയിപ്പോ അതൊന്നും നടക്കത്തുമില്ല. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആകെ പണിയാവില്ല. എന്തു ഡോക്ടർ? ഒന്നുമില്ല ശിവാനി, ഞാനിപ്പോ വരാം. ഡോക്ടർ എന്താണെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിച്ച പോരെ? ഈ കാര്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ശിവാനി. ഡോക്ടർ വന്നു. ശരിക്കും തന്റെ ഭാര്യ നോർമൽ ആണോ? ഡോക്ടർ വേറെ പ്രശ്നവും തോന്നിയില്ല. എന്താ വീട്ടിൽ ഇത്രയും പേരുണ്ടായിട്ടും ആർക്കും ഒന്നും മനസ്സിലായില്ലേ? അവളെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവസ്ഥ മനസ്സിലാക്കണം. ഡോക്ടർ, അവള് വളരെ വീക്കാണ്. അവൾക്കിപ്പോ റെസ്റ്റ് ആണ് ആവശ്യം. ഇത് നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞല്ലേ? ഇത്രയും റെപ്യൂട്ടഡ് ഫാമിലി ഉള്ളവർ ഇങ്ങനെയാണോ ശ്രദ്ധിക്കേണ്ടത്? അറ്റ്ലീസ്റ്റ് അമ്മയ്ക്കെങ്കിലും നോക്കിക്കൂടെ? ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു സംശയമുള്ള പോലെ തോന്നുന്നുണ്ട്. സംശയം എന്ന് വെച്ചാ എന്താ? അവള് പ്രഗ്നന്റ് അല്ലെന്നാണോ? സാർ എന്തായി ചോദിക്കുന്നത്? പ്രഗ്നന്റ് ആണ്. അമ്മയുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി എനിക്ക് കുറച്ച് സംശയമുണ്ട്, അത്രേ ഉള്ളൂ. ഡോക്ടർ എന്താ പറഞ്ഞേ? എല്ലാരും മുന്നിൽ വെച്ച് പറഞ്ഞു അല്ല? നീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ പ്രഗ്നന്റോ? അതെ, ഡോക്ടർ നീ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം കൺഫേം ആക്കിയിട്ടാ പോയിരിക്കുന്നത്. പക്ഷെ നീ കുറച്ച് വീക്കാണ്, അതുകൊണ്ട് അതിനുള്ള ഗുളികളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ കുഞ്ഞാണെങ്കിൽ വളരെ സേഫ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. വാവ്, സൂപ്പർ ആയിട്ടുണ്ട് ഗുരു. സത്യമായിട്ടും പറയാ വാക്കുകളില്ല. ഡോക്ടർ വന്ന് എന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ വയറ്റില് കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് എല്ലാരും വിശ്വസിപ്പിക്കാൻ പറ്റിയല്ലോ. എന്താ ഗുരു ഇത്? എന്റെ അമ്മേ, എല്ലാരും നിന്റെ ഈ നാടകം അങ്ങ് വിശ്വസിച്ച് കളഞ്ഞല്ലോ അല്ലെ? ശരിക്കും നീ സൂപ്പർ തന്നെയാ. വീട്ടിലുള്ളവരും വീട്ടിലേക്ക് വരുന്ന ഡോക്ടറും എല്ലാം നീ പറയുന്നത് പോലെ അങ്ങ് അനുസരിക്കുന്നുണ്ടല്ലോ. നീയേ ഇവിടെയൊന്നും ജനിക്കേണ്ട ആളെയല്ല, വേറെ ലെവലാണ് നിങ്ങള്. അല്ല, ഇപ്പൊ ശരിക്കും ഞാൻ പ്രഗ്നന്റ് അല്ല. അപ്പൊ വീട്ടിലെല്ലാവർക്കും മുന്നില് ഞാൻ എങ്ങനെ അഭിനയിക്കണ്ടേ? പ്രഗ്നന്റ് ആണെന്ന പോലെ മുഖത്ത് ക്ഷീണമൊക്കെ കാണിച്ച് അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞാണ് അഭിനയിക്കണ്ടേ? അല്ല, എനിക്ക് ഇങ്ങനെയൊന്നും അഭിനയിച്ച എക്സ്പീരിയൻസ് ഇല്ല. അതാ നിനക്കറിയാമെങ്കിൽ പറഞ്ഞതാ, ഞാൻ അതുപോലെ ചെയ്യാം. നീ പ്രഗ്നന്റ് ആണെന്ന് അവരോട് കള്ളം പറയാനെങ്ങാണ് നീ പറഞ്ഞിരുന്നോ? ഏയ്, ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? അവര് വന്നു, സീരിയസ് ആയിട്ട് എന്നെ അങ്ങ് ചെക്ക് ചെയ്തു, ഒന്നും പറയാതെ സീരിയസ് ആയിട്ട് അങ്ങ് പോയി, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞ പോലെ ഇവള് ശരിക്കും പ്രഗ്നന്റ് ആയിരിക്കുമോ? എല്ലാം നീ സെറ്റ് ചെയ്തതല്ലേ? നീ തന്നെ പറഞ്ഞിട്ടുണ്ടാകും അല്ലേ? എന്താ സാർ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഡോക്ടർ, ആക്ച്വലി ഈ ശിവാനി ശരിക്കും പ്രഗ്നന്റ് ആണോ? സാറിന് എന്താ പറ്റിയത്? സാറിന്റെ മകൾ പ്രഗ്നന്റ് ആണ്, ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ഫോൺ ചെയ്ത് സാറ് തന്നെയല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ ഇങ്ങനെ ചോദിക്കുന്നേ? ഓ, ഐ ആം സോറി. ആക്ച്വലി ഞാൻ ശിവാനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കാൻ വന്നതാ. പക്ഷെ അറിയാതെ അത് മാറിപ്പോയിട്ട് പ്രഗ്നന്റ് ആണോ എന്ന് ചോദിച്ചു പോയതാ. ഐ ആം സോറി. ഓ, ഞങ്ങളങ്ങനെ ചോദിക്കാനൊരു കാരണം ഉണ്ടായിരുന്നു. ശിവാനി താഴേക്ക് വരുമ്പോ കാല് തന്നെ വീണുപോയി. അത് കണ്ടപ്പോ ഞങ്ങൾക്കൊരു സംശയം തോന്നി, അതുകൊണ്ടങ്ങ് ചോദിച്ചു പോയെന്നേ ഉള്ളൂ.
അതുമാത്രമല്ല, അടുത്ത വീട്ടിലെ മുത്തശ്ശി അവളുടെ നാടിയെടുപ്പ് നോക്കി അവൾ പ്രഗ്നന്റ് അല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശങ്ക. അതുകൊണ്ടാണ് ഡോക്ടറിനെ വിളിച്ചത്. ആരും എന്തോ പറഞ്ഞെന്ന് കരുതി നിങ്ങൾ എന്തിന് ഇത്ര ടെൻഷൻ ആകുന്നേ? ശിവാനി പ്രഗ്നന്റ് ആണ്. അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് സുഖമായിരിക്കുന്നു. എന്നാൽ അമ്മയുടെ ആരോഗ്യനില ഇത്തിരി മോശസ്ഥിതിയിലാണ്. അതിന്റേതായ കുറവുകളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞ ടാബ്ലറ്റ്സ് ഒക്കെ മുടങ്ങാതെ കൊടുത്താൽ മതി. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എന്നാ ഞാൻ പൊക്കോട്ടെ സാർ. ദിഗ്വിജയ, എന്താണിതൊക്കെ? അവള് നിന്റെ മരുമകൾ തന്നെയാണോ? അതോ നാഗലോകത്തിൽ നിന്ന് വൈരാഗ്യം തീർക്കാൻ വന്ന നാഗറാണിയാണോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാ ഇങ്ങനെയൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. അതിന്റെ അർത്ഥം ഇവൾ തന്നെയാണ് നാഗറാണി. അതുകൊണ്ടാണ് എത്ര തവണ അവളെ പല രീതിയിൽ കൊല്ലാൻ ശ്രമിച്ചിട്ടും അവൾ മരിക്കാത്തത്. നോ, നമ്മൾ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തരുത്. ഇനി ഒരിക്കൽ കൂടി അത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ വന്ന ആ ഡോക്ടർ തൃശൂലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് അവൾ ഒരു പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് മറ്റൊരു പ്ലാൻ ഉണ്ടാക്കാം. ഇവിടെ എന്താണാവോ സംഭവിച്ചത്? എന്തായാലും മനസ്സിന് സമാധാനമായി. ഡോക്ടർ എങ്ങാനും ഷൈലു പ്രഗ്നന്റ് അല്ലെന്ന് പറയുമോന്നായിരുന്നു എന്റെ മനസ്സിൽ പേടി. എന്തായാലും അവൾ എന്തോ ചെയ്ത് ഡോക്ടറെ കൊണ്ട് നുണ പറയിച്ചല്ലോ. അത് നന്നായി. അമ്മേ, ഞാൻ അമ്മയുടെ കൂടെ തന്നെ നിൽക്കായിരുന്നില്ലേ? പിന്നെ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് എങ്ങനെ കള്ളം പറയാനാ? അമ്മ, എനിക്കൊരു പിടിയില്ല. അങ്ങനെയാണെങ്കിൽ ഡോക്ടറാണോ ഇനി കള്ളം പറഞ്ഞത്? അതും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഡോക്ടറോട് പോയിട്ട് കള്ളം പറയാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. എന്നിട്ടും ഷൈലു പ്രഗ്നന്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ കാര്യമുണ്ട്. പക്ഷെ ഞാൻ ശരിക്കും പേടിച്ചിരിക്കായിരുന്നു. ഡോക്ടർ ഷൈലുവിനെ ചെക്ക് ചെയ്തിട്ട് അവള് പ്രഗ്നന്റ് അല്ല എന്നുള്ള കാര്യം പറയുന്നില്ല നമ്മൾ കരുതിയേ. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇനിയിപ്പോ ഡോക്ടർ പറഞ്ഞതുപോലെ ഷൈലു ശരിക്കും പ്രഗ്നന്റ് ആണോ? അമ്മ, എനിക്കും അതിനെ കുറിച്ചൊരു പിടിയില്ല. ഇനി ഇതൊക്കെ ആകെ പ്രശ്നമാവോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഇതെല്ലാം? ശിവാനി ജീവിച്ചിരിപ്പില്ലെന്നുള്ളത് സത്യോ? അവളുടെ മരണം നീ നേരിട്ട് കണ്ടതുമാണ്. അവളെ ചുട്ടിരിച്ച സ്ഥലത്തുനിന്ന് നീ അവളുടെ താലി കണ്ടെത്തിയതല്ലേ? ഷൈലു നാടകക്കാരിയാണെന്നുള്ള സത്യം എനിക്ക് നിനക്കും മാത്രമേ അറിയൂ. പിന്നെ ഇപ്പൊ എങ്ങനെയാ അവള് പ്രഗ്നന്റ് ആയെന്നൊക്കെ പറയുന്നേ? എനിക്കും മനസ്സിലാവുന്നില്ല അമ്മേ. ഡോക്ടർ അവളെ ചെക്ക് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അവൾ പ്രഗ്നന്റ് ആണെന്ന് ഡോക്ടർ പറയട്ടെ എന്ന് മനസ്സ് പ്രാർത്ഥിക്കായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ ഞാൻ ആഗ്രഹിച്ച പോലെ ഡോക്ടർ പറയുകയും ചെയ്തു. ഇപ്പൊ അതാലോചിച്ച് ടെൻഷൻ ആവാ. അമ്മേ, എന്റെ ജീവിതത്തിൽ ഇത് എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തൃശൂൽ, തൃശൂൽ, എന്താ ചെറിയച്ച? തൃശൂൽ എവിടെ? ഇവിടെ എവിടെ തന്നെ ഉണ്ടാകും. പറഞ്ഞോളൂ, എന്താ കാര്യം? അതൊന്നുമില്ല. ഞാൻ ഡോക്ടറോട് സംസാരിച്ചിരുന്നു. അവര് ഹെൽത്തിന്റെ ഇഷ്യൂ ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ബട്ട് മോളുടെ ബോഡി കുറച്ച് വീക്കാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു സ്കാനിങ്ങിന് കുറിച്ചിട്ടുണ്ട്. ഞാനെല്ലാം വിളിച്ചു പറഞ്ഞു. ഇവിടെ സിറ്റി ഹോസ്പിറ്റലില് സ്കാനിങ്ങിനുള്ള സൗകര്യമുണ്ട്. വേഗം തൃശ്ശൂരിലേയും കൂട്ടി പോ. സ്കാനിങ്ങോ? ഇതെന്താ സ്കാനിങ് എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എടാ, ഇതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പ്രഗ്നൻസി സമയത്ത് ഇതൊക്കെ ശരിക്കും യൂഷ്വൽ പ്രൊസീജിയർ ആണെന്ന് അറിയില്ലേ? അതുകൊണ്ട് രണ്ടാളും പോയി ഒന്ന് സ്കാൻ ചെയ്തിട്ട് വരൂ. അല്ല, അത് പിന്നെ ഡോക്ടർ ഇപ്പൊ വന്ന് ചെക്ക് ചെയ്തിട്ട് പോയതല്ലേ ഉള്ളൂ. ആ, ചെക്കപ്പ് ചെയ്തല്ലോ. പോകുന്ന സമയത്ത് ഡോക്ടർ എന്താ പറഞ്ഞത്? അവളുടെ ബോഡി വീക്കാണെന്നല്ലേ? അല്ല, ഇതിപ്പോ സ്കാൻ ചെയ്യുന്നോണ്ട് എന്താ കുഴപ്പം? ഈ കാര്യത്തിൽ നിനക്കെന്തിനാ ടെൻഷൻ? എന്താ കൂടെ ഞാൻ വരണോ? അയ്യോ വേണ്ട വേണ്ട, ഞങ്ങൾ തന്നെ പോയിട്ട് വന്നോളാം. വാശി പോലെ നമുക്ക് പോ, ഞങ്ങൾ പോയിട്ട് വരട്ടെ.